എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. പൂർണ്ണമായും ചിരട്ടയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചിരട്ട എടുത്തിട്ടുണ്ട്. അത് ഗ്രൈൻഡർ വെച്ചിട്ട് നമ്മളൊന്ന് പേപ്പർ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് പീസ് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് വേണ്ട ചിറകുകളും എല്ലാ ഭാഗങ്ങളും ഒന്ന് വരച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്സ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഏകദേശം ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ അത് ഗ്രൈൻഡറിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം പാർട്ടായിട്ടുള്ള ഓരോ ഭാഗങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഗ്രൈൻഡറിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ വരച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പേപ്പർ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിൽ മുകളിൽ ചെറിയൊരു പീസ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വയ്ക്കും. ഒട്ടിക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മളെല്ലാം പേപ്പർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇതളുകൾ ഓരോന്നായിട്ട് വേർതിരിച്ച് വാരുന്ന ഭാഗങ്ങളിൽ നമ്മൾ വരയിട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ മെഷീൻ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആക്സ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ വളച്ചെടുക്കാനുള്ളതൊക്കെ ആക്സ് ബോർഡ് വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെഷീൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണമുണ്ട്. ചിരട്ടപ്പൊടിയും ഫ്ലക്സ് കേക്കും വെച്ചിട്ട് തന്നെയാണ് നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കേണ്ടതാണ്. ഏകദേശം ഇതുപോലെ നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ വയ്ക്കാനുള്ള പീസുകൾ എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒരു സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ഓരോ വരകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ലുക്കിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മളിതുപോലത്തെ 2 പീസ് എടുത്തിട്ട് അത് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ തലഭാഗം വരുന്ന ഭാഗങ്ങളിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഇതളിൻ്റെ താഴെ ഭാഗങ്ങളിലും മേലെ ഭാഗങ്ങളിലും ആയിട്ട് 2 സംഭവങ്ങൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതെല്ലാം പേപ്പർ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു രൂപത്തിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ 2 പീസും കൂടി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ 2 പീസും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തും അതുപോലെ ചെറിയ 2 പീസുകളും കൂടി ഒട്ടിച്ചെടുത്താൽ നമ്മുടെ
പൂമ്പാറ്റ ഏകദേശം റെഡിയായി. അങ്ങനെ നമ്മൾ എല്ലാ പീസുകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് ഭാഗങ്ങളിലൊക്കെ ഒന്ന് പേപ്പർ ഇട്ടിട്ട് ഒന്ന് നൈസ് പേപ്പർ ഇട്ട് ശരിക്കും ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു കോട്ട് വെളിച്ചെണ്ണ ഒന്ന് എടുത്തിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീക്ക് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് ഒന്ന് പോളിഷൊക്കെ ചെയ്തെടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്ലീക്ക് അടിച്ചെടുത്ത ബട്ടർഫ്ലൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും വിടാം.